വേനൽ ചൂടിനേക്കാൾ ശക്തിയോടെ പ്രചരണ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികൾ. ഭരണം നിലനിർത്തുമെന്ന് LDFും അധികാരത്തിലെത്തുമെന്ന് UDFും മാറാത്തത് മാറുമെന്ന് BJPയും വിവിധ ടാഗ് ലൈനുകളുമായി പ്രചരണം കൊഴുപ്പിക്കുകയാണ്. സമൂഹമാധ്യമങ്ങളിലും പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. ഭരണം നിലനിർത്തുമെന്ന് LDFും അധികാരത്തിലെത്തുമെന്ന് UDFും മാറാത്തത് മാറ്റുമെന്ന് BJPയും പറയുമ്പോൾ ജില്ലയിലെ ഇത്തവണ മത്സരത്തിന് തീപാറും. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ മാത്രം പിന്നിട്ടതിനാൽ ഡിജിറ്റൽ പ്രചരണത്തിന് മുന്നേറാൻ വലിയ പ്രയാസമുണ്ടാകില്ലെന്ന വിലയിരുത്തലിലാണ് മൂന്ന് മുന്നണികളും. ആളുകൾക്കിടയിൽ എളുപ്പത്തിൽ ശ്രദ്ധ നേടാനും മനസ്സിൽ ഇടം പിടിക്കാൻ കഴിയുന്ന വാചകങ്ങളും വാക്കുകളുമാണ് പ്രചരണത്തിൽ നിറയുന്നത്. കേരളം ജയിക്കും, UDF നയിക്കുമെന്ന മുദ്രാവാക്യവുമായാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഘടകകക്ഷികളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത്. മണ്ഡലം കമ്മിറ്റികളാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും അടിയിലെ ശക്തി ഘടകം. അതിനാൽ തന്നെ ഭരണ പോരായ്മകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഓരോ മണ്ഡലം കമ്മിറ്റികളിലെയും പ്രവർത്തകർ. സമൂഹ മാധ്യമങ്ങളിലൂടെയും പ്രചരണവും കങ്കേമമാക്കുന്നുണ്ട്. റോഡ് ഷോയും പര്യടനങ്ങളും യോഗങ്ങളുമായി തിരക്കിലാണ് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ. പാർട്ടി ഓഫീസുകളിൽ തിരക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയവും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വിജയങ്ങളും UDFന് കൂടുതൽ കരുത്തേകുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയും വന്യമൃഗശല്യവും പ്രാദേശിക പ്രശ്നങ്ങളുമാണ് പ്രധാനമായും UDF ഉന്നയിക്കുന്നത്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന പ്രചരണ മുദ്രാവാക്യവുമായി മൂന്നാം തവണയും ഭരണചക്രം തങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം തന്നെ LDF സ്ഥാനാർത്ഥികൾ പ്രചരണവും ആരംഭിച്ചിരുന്നു. 13 നിയമസഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചാണ് LDF ലീഡ് ചെയ്തത്. വടകര, കൊടുവള്ളി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥികളിൽ സിറ്റിംഗ് MLAമാരെ തന്നെയാണ് കൂടുതലായി LDF വീണ്ടും അങ്കത്തട്ടിലിറക്കുന്നത്. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കെട്ടിയാണ് LDF വോട്ട് ചോദിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകളും കൺവെൻഷനുകളും ബൂത്ത് പൊതുയോഗങ്ങളുമായി LDFും സജീവമാണ്. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി മുതലെടുത്താണ് LDFിൻ്റെ പ്രചരണം. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസുകളും ഇൻസ്റ്റഗ്രാം റീലുകളുമായി നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വിവാദങ്ങൾക്ക് മറുപടി നൽകുന്നതിനൊപ്പം സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വോട്ടാക്കി മാറ്റാനാണ് LDF നോക്കുന്നത്. മാറാത്തത് മാറുമെന്ന പ്രതീക്ഷയിലാണ് NDA പോരാട്ടത്തിനിറങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലുണ്ടായ മുന്നേറ്റത്തിൻ്റെ ആത്മവിശ്വാസമാണ് ജില്ലയിൽ NDAയുടെ കൈമുതൽ. ബൂത്ത് തലത്തിൽ വേരോട്ടം ശക്തമാക്കുകയാണ് NDAയുടെ ലക്ഷ്യം. പ്രധാനമായും ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണവും ചുവരെഴുത്തുകളും സജീവമായിട്ടുണ്ട്. വിജയത്തിനായി അരയും തലയും മുറുക്കി മുന്നണികൾ ഇറങ്ങുമ്പോൾ വിജയം ആർക്കെന്നത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.